ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്നു. എക്സാമ്പിളിന്, നമ്മളൊരു റൂമിലോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ ആ റൂമിൽ എന്തിനാണ് വന്നതെന്ന് പോലും നമ്മൾ മറന്നുപോകും. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു കോൺടാക്ട് ചേഞ്ച് കാരണമാണ്. സ്ഥലം മാറുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുതിയൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള കാര്യം ടെമ്പററി ആയിട്ട് ഹൈഡായി പോകുന്നു. സൈക്കോളജി പ്രകാരം മനുഷ്യരുടെ പോസിറ്റീവ് മെമ്മറിയേക്കാളും നെഗറ്റീവ് മെമ്മറീസ് ആണ് ബ്രെയിൻ കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കാറ്. അതിന് കാരണം നെഗറ്റീവ് മെമ്മറീസ് വീണ്ടും സംഭവിക്കാതിരിക്കാനാണ് ബ്രെയിൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ബാഡ് ആയിട്ടുള്ള കമന്റ് നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാലം നമ്മൾ ഓർമ്മിക്കുന്നതും അതേസമയം നല്ല ഗുഡ് കോംപ്ലിമെന്റ്സ് നമ്മൾ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോൺ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ് വൈബ്രേഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ആയി കാണും. പക്ഷെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ ഒരു കോളോ നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ കാണില്ല. അതിനെ ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ബ്രെയിൻ കോൺസ്റ്റന്റ്ലി നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതിനാൽ മസിൽസിന്റെ ചെറിയ മൂവ്മെന്റ് പോലും വൈബ്രേഷനായി ബ്രെയിനിന് തോന്നുന്നു. നമ്മൾ ഒരുപാട് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന സോങ് അല്ലെങ്കിൽ സ്റ്റോറി, ഇതൊക്കെ ബ്രെയിനിന്റെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നതിനാലാണ് അങ്ങനെ തോന്നുന്നത്. ഡോപ്പമിൻ എന്നത് ഹാപ്പിനെസ് ഹോർമോൺ ആണ്. ബ്രെയിനിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ഫോഴ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതായിട്ട് നമുക്ക് തോന്നി പെട്ടെന്ന് നെട്ടി എഴുന്നേൽക്കും. അതിന് കാരണം ബ്രെയിൻ സ്ലീപ്പ് മോഡിൽ നിന്ന് വേക്കപ്പ് മോഡിലേക്ക് ചേഞ്ച് ആവുന്നതിനുള്ള ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണത്. ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് തോന്നും ബ്രെയിൻ നമ്മളെ പറ്റിക്കുകയാണെന്ന്, പക്ഷെ അതല്ല, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പ്രോസസ് ഒക്കെ. വീണ്ടും ഇതുപോലെ പുതിയ അറിവുകളുമായി വീണ്ടും വരും. ഇൻഫോർമേഷൻ.